ശ്രീ റഹീം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗാന്ധി സ്മൃതിയിലേക്ക് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നടത്തിയ ഒരു മാർച്ച്, അത് ആ നിമിഷം എന്ന് പറയുന്നത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തി എന്താണ് എന്ന് ഇന്ത്യൻ ജനാധിപത്യം നേരിട്ട് കണ്ട ഒന്നാണ്. അത് ഒരുപക്ഷെ നേതാക്കൾക്കപ്പുറത്ത് നിങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് മുന്നിൽ ഈ പറയുന്ന ബാരിക്കേഡുകൾ തകർത്ത് മാറ്റാനും പോലീസിനോട് നേരിട്ട് നിൽക്കാനും ഒക്കെ മുദ്രാവാക്യം വിളിച്ചുപോയ അണികളുണ്ടല്ലോ, അവർ പ്രസരിപ്പിച്ച ഒരു ആത്മവിശ്വാസവും ഒരു സമരതീക്ഷ്ണതയുമുണ്ട്, സമരാഭിമുഖ്യമുണ്ട്. അത് പോരടിക്കാനുള്ള കൂടുതൽ ശക്തി നേതാക്കൾക്ക് നൽകിയതും കൃത്യമാണ്. പക്ഷേ അന്നത്തെ ദിവസം രാത്രിയാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ ആ വീഡിയോ പുറത്തിറക്കുന്നത്. പ്രതിപക്ഷം ഒരുമിച്ചു നിന്നാൽ ഏറ്റവും കുറഞ്ഞത് അനീതിക്കെതിരായ ശക്തമായ സന്ദേശമാകും, കേന്ദ്രത്തിനത് കണക്കിലെടുക്കേണ്ടി വരും എന്നതെങ്കിലും ബോധ്യമാകുന്ന ഒരു കാര്യം കൂടിയാണ് നടക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും അതെ. ഇത് ഇപ്പോൾ വലതുപക്ഷ പ്രതിനിധി ഇവിടെ സംസാരിക്കുന്നുണ്ട്. നരേറ്റീവുകൾ ഇങ്ങനെയാണ് ഇവർ ഉണ്ടാക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ്, പ്രതിപക്ഷ പാർട്ടികളവിടെ എന്നെല്ലാം അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. ചരിത്രം തീരെ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ അവർ സംസാരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ക്രെഡിറ്റ് ആർക്കൊക്കെയാണ് നിങ്ങൾ കൊടുക്കുക? പറയട്ടെ. അതെ 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 അത് ഒരിക്കലും ഇല്ലാത്ത ഇല്ലാതിരുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നവരാണ് അവർ. ഞാൻ പറയട്ടെ, 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ആർക്കൊക്കെ ക്രെഡിറ്റ് കൊടുക്കും നിങ്ങൾ? പേരറിയാത്ത എത്രയോ മനുഷ്യരുണ്ട്. പ്രീതിലത വടേദാർ എന്നൊരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. മരിക്കുമെന്നുറപ്പായപ്പോൾ, പിടിയിലാകുമെന്നുറപ്പായപ്പോൾ ഒളിപ്പോരിനിടയിൽ അത് ഇന്ത്യക്കാർക്കും നായകൾക്കും പ്രവേശനമില്ലെന്നൊരു ബ്രിട്ടീഷ് ക്ലബ്ബിൽ എഴുതി വെച്ചപ്പോൾ ആ ക്ലബിനകത്തേക്ക് ഇരച്ചു കയറി അക്രമം നടത്തി പിടിക്കപ്പെടുമെന്നായപ്പോൾ സൈനൈഡ് രുചിച്ച് മരിച്ചുപോയവളുടെ പേരാണ് പ്രീതിലത വടേദാർ എന്ന ചെറുപ്പക്കാരി. അത് ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ മുമ്പിൽ കീഴടങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയാണെന്ന് കരുതി. ബാജി റാവത്ത് എന്നൊരു ചെറിയ പയ്യനുണ്ട്, ഒരു ചെറിയ കുട്ടി, നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷി. അങ്ങേക്കറിയുമോ അവൻ പ്രതിനിധാനം ചെയ്തിരുന്ന പാർട്ടി ഏതാണെന്നറിയാമോ? ഭഗത് സിംഗിന്റെ, രാജ്ഗുരുവിന്റെ, സുഖദേവിന്റെ വിപ്ലവ വീര്യമുണ്ട്. അതുപോലെ അറിഞ്ഞുകൂടാത്ത എത്രയോ പേരുകളാണ്. നിങ്ങൾ എവിടത്തുകാരനാണെന്ന് എനിക്കറിയില്ല. തലശ്ശേരിക്കാരനായ ഒരു അനന്തൻ നായരുണ്ട്, അറിയോ താങ്കൾക്ക്? തലശ്ശേരിക്കാരനായ ഒരു അനന്തൻ നായർ രക്തസാക്ഷിത്വം വരിച്ചയാളാണ്. മദ്രാസിലെ സെന്റ് ജോർജ് ഫോർട്ടിൽ 4 ചെറുപ്പക്കാരെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടു നിർത്തിയ ഒരു പുലർച്ചയിൽ അത് ഫൗജ സിംഗ്, ബർദാൻ, അനന്തൻ നായർ എന്ന തലശ്ശേരിക്കാരൻ, വക്കം അബ്ദുൽ ഖാദർ എന്ന തിരുവനന്തപുരത്തുകാരൻ. വക്കം അബ്ദുൽ ഖാദർ പിന്നീട് INA ഹീറോ എന്നറിയപ്പെട്ടു. 5ാമതൊരാൾ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെടുമെന്ന് ഉറപ്പായി. പക്ഷേ ഒരു സാങ്കേതിക കാരണത്താൽ അദ്ദേഹത്തിന്റെ വധശിക്ഷ റദ്ദാക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേരാണ് ബോണിഫൈസ് ബി പെരേര. മാധു, എന്റെയും നിങ്ങളുടെയും ജില്ലയായ തിരുവനന്തപുരത്ത് കണിയാപുരത്തിനടുത്ത് ഈ അടുത്ത കാലം വരെ അദ്ദേഹം ജീവിച്ചിരുന്നു, ബോണിഫൈസ് ബി പെരേര. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മനുഷ്യരുടെ എല്ലാം പേരുകൾ നിങ്ങൾക്കറിയുമോ? ഇനിയും എനിക്കറിഞ്ഞുകൂടാത്ത, നമുക്കറിഞ്ഞുകൂടാത്ത എത്രയോ മനുഷ്യരുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ സമരം എത്രയോ മനുഷ്യരാണ് തെരുവിലേക്ക് ഇറങ്ങിയത്. ഞാൻ വളരെ സ്പെസിഫിക് ആയ ഒരു കാര്യം പറഞ്ഞു, ഇതിൻ്റെ വളരെ അക്കാഡമിക് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഗോദി മീഡിയ, ഭരണകൂടത്തിന്റെ വിവിധ തൂണുകൾ, അതിൽ നോക്കൂ, പാർലമെന്ററി സിസ്റ്റം. ഈ പാർലമെന്റ് സമ്മേളനത്തിലേക്ക് BJP വന്നത് അവർ പണം കൊണ്ട് പിടിച്ചെടുത്ത വലിയ യാന്ത്രികമായ ഭൂരിപക്ഷവുമായിട്ടായിരുന്നു. തൃണമൂലിനെ പിളർത്തി പിടിച്ചു, ആം ആദ്മി പാർട്ടിയെ പിളർത്തി പിടിച്ചു, ഒരുപാട് MP മാരെ അപ്പുറത്ത് കൊണ്ടുപോയി. എക്സിക്യൂട്ടീവ് അവരുടെ കയ്യിൽ. നിങ്ങൾ നോക്കൂ, ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ആശ്വാസകരമല്ലാത്ത പലതും പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടു. എന്നിട്ടോ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് ദി ഡെമോക്രസി, മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾ, ഗോദി മീഡിയ, തങ്ങൾക്കെതിരായ ഒരു നരേറ്റീവും വരാതിരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ മാധ്യമങ്ങളെ അവരുടെ ചിങ്കിടി മുതലാളിമാരെ കൊണ്ട്, കോർപ്പറേറ്റുകളെ കൊണ്ട് വാങ്ങിച്ചു, വില പറഞ്ഞു. എല്ലാമായി എന്നല്ലേ കരുതിയേ? ഇവിടെ ആരാണ് ഈ സമരത്തിന്റെ നായകരാരൊക്കെയായിരുന്നു? ഈ സമരത്തിന്റെ നായകർ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. നിങ്ങളുടെ വലതുപക്ഷ നരേറ്റീവുകളെയെല്ലാം തകർത്തെറിഞ്ഞത്, നേരത്തെ ഇവിടെ ഫ്രെഡി പറഞ്ഞില്ലേ, കയ്യിൽ ഓരോ മനുഷ്യനും മാധ്യമ സ്ഥാപനമായി. ഓരോ മനുഷ്യനും അവരുണ്ടാക്കിയ കോണ്ടന്റുകളിലൂടെയാണ് ലോകത്തോട് പറഞ്ഞത്. അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടതാണ്. നിങ്ങൾ ഇത് പറയുമ്പോൾ, ഈ പോയിന്റ് ഓഫ് ടൈമിൽ ഈ സമരം വിജയിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, ഇതിന്റെ പിന്നിലേക്കുള്ള കുറേ ദിവസങ്ങൾ കാണേണ്ടതുണ്ട്. അതെവിടെയൊക്കെയാണ്? മണിപ്പൂരിന്റെ തെരുവിൽ ഇപ്പോഴും നിന്ന് പൊരുതുന്ന മനുഷ്യരുണ്ട്. ഇന്ന് ഈ സമരവീഥിയിൽ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. വിജയാഹ്ലാദം നടക്കുന്നതിനിടയിൽ കുറെ മനുഷ്യർ ഒരുമിച്ചു എന്ന് ജന്തർ മന്ദറിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു പ്ലക്കാർഡ്, ജസ്റ്റിസ് ഫോർ മണിപ്പൂർ എന്നാണ്. ഇപ്പോഴും അവർ പൊരുതുകയാണ് അവിടെ നിന്ന്. ആ മനുഷ്യരുടെ ചോരയുണ്ട്. എത്രയോ കാലമായി നിങ്ങൾ എത്ര പേരെ കൊന്നു തള്ളിയിട്ടാണ് കടന്നു വന്നത് ഈ അധികാരത്തിലേക്ക്, മതത്തിന്റെ പേര് പറഞ്ഞ്. അങ്ങനെ കുന്നുകൂടിയ കബന്ധങ്ങളിൽ ആ മനുഷ്യർ, ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, ആ മനുഷ്യരുടെയൊക്കെ പേരറിയുമോ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഈ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി പൊരുതി മരിച്ച മനുഷ്യരുണ്ട്, അനേകം പേരുണ്ട്. ഇവിടെ ഞാൻ പറയണ്ടേ ഈ പേരുകൾ? നിങ്ങൾ ഭയത്തിന്റെ കാര്യം പറഞ്ഞല്ലോ.
ഇവിടെ വെടികൊണ്ട് മരിച്ച ഗോവിന്ദ് പൻസാരയെ ഓർമ്മിക്കണ്ടേ? അതോടൊപ്പം തന്നെ ഗൗരി ലങ്കേഷിനെ ഓർമ്മിക്കണ്ടേ? എത്ര മനുഷ്യരാണ് ഈ കഴിഞ്ഞ കാലയളവിൽ. നിങ്ങൾ സ്റ്റാൻ സ്വാമിയെ ഓർമ്മിക്കണ്ടേ? നിങ്ങൾ തീവ്രവാദത്തിന്റെ അർബൻ നക്സലൈറ്റ്സിന്റെ മുദ്രകുത്തി ജയിലിനകത്തിട്ട് നീറിച്ച് കൊന്നുകളഞ്ഞില്ലേ ഒരു മനുഷ്യനെ? അങ്ങനെ എത്ര പേരാണ്? അങ്ങനെ ഒരുപാട് പേർ ഇന്ത്യയിൽ പേരറിയാത്ത മനുഷ്യർ. ഈ നോക്കട്ടെ, ഇവിടെ നോക്കട്ടെ, നിങ്ങൾ പുതിയ മുഖങ്ങൾ കാണുകയല്ലേ? ബോംബെയിലെ ഒരു മോഡൽ പാഞ്ഞു വരുന്ന ഒരു വാഹനം, പോലീസ് വാഹനം തടഞ്ഞു നിർത്തുന്ന, ഒരു കൈകൊണ്ട് തടഞ്ഞു നിർത്തുന്ന ധീരതയുടെ മുഖം കണ്ടില്ലേ? അടികൊണ്ടിട്ടും പിരിഞ്ഞു പോകാത്ത മനുഷ്യരെ കണ്ടില്ലേ? എത്രയാണ്? അവരുടെയൊക്കെ പേരറിയാമോ നിങ്ങൾക്ക്? ക്രെഡിറ്റിന്റെ കാര്യം പറയാണ്, ഇത് ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യമാണ്, ഇന്ത്യൻ ജനത നേടിയ വിജയമാണ്. ഒരു കാര്യം ഞാൻ വലതുപക്ഷ നിരീക്ഷകനോട് ഉറപ്പ് പറയുന്നു, നിങ്ങളെല്ലാം പഠിച്ചിറങ്ങുന്ന ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ ചെറിയ ഇട്ടാവട്ട ലോകത്തിരുന്നു കൊണ്ട് ഒരുപാട്, ആ പൊട്ടക്കണറ്റിലിരുന്നു കൊണ്ട് ഒരുപാട് കിനാവുകളൊന്നും കണ്ടേക്കരുത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്ത് നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് മാപ്പെഴുതി കൊടുത്ത ചരിത്രമേ അറിയാവൂ. അത് സ്വാതന്ത്ര്യ സമരത്തിലും അതെ, അതിനുശേഷം ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയായ അടിയന്തരാവസ്ഥക്കാലത്തും നിങ്ങൾ മാപ്പെഴുതി കൊടുത്ത കോംപ്രമൈസ് ചെയ്ത ചരിത്രമാണ് RSSനുള്ളത്, പോരാടിയ ചരിത്രമല്ല. ആ ചരിത്രം പേറുന്നവർ ജനാധിപത്യത്തെ വില കുറച്ചു കാണുന്നു. ഇന്ത്യൻ ജനാധിപത്യം കരുത്ത് തെളിയിച്ചിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഒരു ബെറ്റർ ഇന്ത്യക്ക് വേണ്ടി, മെച്ചപ്പെട്ട ഇന്ത്യക്ക് വേണ്ടി, മെച്ചപ്പെട്ട നാളേക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഊർജം കിട്ടിയ ദിവസമാണിത്. ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ഞാൻ വളരെ പ്രസക്തമായൊരു അവിടെ നിന്ന് ഇപ്പൊ പകർത്തിയെടുത്തൊരു ചിത്രമുണ്ട്. ഞാനിപ്പോ അത് പറയട്ടെ. ഇപ്പോഴും വാട്സാപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട സമയത്താണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒരു പെൺകുട്ടി അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഇപ്പൊ ഈ സമരത്തിന്റെ ലാസ്റ്റ് മൂമെന്റിൽ ഇപ്പൊ കണ്ടതാണ്, 1 down many more to go എന്നാണ്. 1 down many more to go. ഒരു ചെറിയ പെൺകുട്ടി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്റെ ഫോണിൽ തന്നെ ഞാൻ കൗതുകം തോന്നി പകർത്തിയ ഒരു ചിത്രം ഞാനിപ്പോൾ എന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കി. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണെന്നേ. ഇത് അവസാനിച്ചു എന്ന് ആര് കരുതി? നിങ്ങളെന്തോ ഉദാര മനസ്സതയോടെ അവസാനിച്ചിരിക്കുന്നു. തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ മഹാപോരാട്ടങ്ങൾ. ഇത് ഇവിടെ തുടങ്ങിയതല്ല. കർഷകരുടെ സമരങ്ങൾ, തല്ലുകൊണ്ട കർഷകർ, അസ്ഥി പൊളിഞ്ഞുപോയ കർഷകർ, അവരുടെ പേരറിയാമോ നിങ്ങൾക്ക്? അവരെല്ലാം നടത്തിയ പോരാട്ടമാണ്. കാലിൽ ഒരു ചെറിയ ചെരുപ്പ് പോലുമില്ലാതെ നാസിക്കിൽ നിന്ന് ചെങ്കൊടിയും പിടിച്ച് ബോംബെയിലേക്ക് നടന്നുപോയ കർഷകരുടെ സമരമുണ്ട്. മറന്നുപോയോ നിങ്ങൾ? രാജസ്ഥാനിൽ പൊരുതി മരിച്ച കർഷകർ, വെടിയേറ്റ് മരിച്ച കർഷകരുണ്ട്. ഇങ്ങനെ എല്ലാ മനുഷ്യരും, ആ മനുഷ്യരുടെ എല്ലാം പോരാട്ടമാണ്. ആ പോരാട്ടത്തിന്റെ ഒരു ഘട്ടത്തിൽ ചരിത്രത്തിലും ലോകത്തെല്ലായിടത്തും നടന്നതുപോലെ യൗവനം, കൗമാരം അതിന്റെ ബാറ്റൺ എടുത്തു. അവർ തെരുവിലേക്ക് ഇറങ്ങി, അവർ കൂടുതൽ ഊർജം പ്രസരിപ്പിച്ചു. നിങ്ങൾ അവിടെ പതറി തോറ്റുപോയി. ലോകത്തെല്ലാ ഏകാധിപതികൾക്കും ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ബ്രിട്ടീഷുകാർ വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലം അവസാനിച്ചത് അങ്ങനെയാണ്. പോകേണ്ടതുണ്ട്. ശരി. Debate with Madhu Saji.